പിന്നെ ഒരു കാര്യം എന്ത് പറയാനുള്ള, ഇപ്പം മിക്കവാറും ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും എന്ത് ചെയ്യണമെന്നോ അറിയാതെ തോറ്റുപോയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എവിടെ പഠിക്കണമെന്ന് അറിയാതോ ഒക്കെ ഇരിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് ജസ്റ്റ് വൺ മോർ ട്രൈ വിത്ത് സഹാരിയോടെ പോകുന്നത് ശ്രമിക്കാം. നമുക്ക് വഴി അറിയാവുന്ന ഒരു സുഹൃത്തിനോട് യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടല്ലേ. അപ്പോൾ അതുപോലെ ആ കംഫർട്ടോടെ നിങ്ങൾക്ക് തീർച്ചയായും സഹാരിയോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റും. വൈകിട്ടത്തെ ലൈവ് ക്ലാസ്സും എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വർക്കിംഗ് ഡേയിലും കൂടുതൽ അവധി ദിവസം സിനിമയും യാത്രയൊക്കെ കട്ട് ചെയ്തു. രാജേഷ് സാർ പറയായിരുന്നു, ഈ ഓണം നിങ്ങൾ ആഘോഷിക്കേണ്ട, അടുത്ത ഓണം നിങ്ങൾക്ക് കേരള ബാങ്കിൽ ചെന്നിട്ട് ആഘോഷിക്കാം. കേരള ബാങ്കിൻ്റെ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം പഠനാനുഭവം പങ്കുവയ്ക്കുന്നത് സഹകാരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട തരുണാണ്. അദ്ദേഹത്തിൻ്റെ റാങ്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്കാണ്. കേരള ബാങ്ക് സൊസൈറ്റി കാറ്റഗറിയിൽ 18ാം റാങ്ക്. വളരെ വലിയ മത്സരം നടന്ന ഏകദേശം 900ഓളം ആൾക്കാർ ലിസ്റ്റിലേക്ക് വന്ന പരീക്ഷയിൽ ആദ്യത്തെ 18ാം റാങ്ക് വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൾവേസ് സ്പെഷ്യൽ. ഓക്കെ തരുൺ, അപ്പോൾ തരുൺ ഫസ്റ്റ് സഹകാരിയെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആദ്ര എന്ന് പറഞ്ഞ ചേച്ചിയാണ് വൈകിട്ട് എനിക്കൊരു വിളിച്ചിട്ട്, എടാ ഒരു സഹകാരിയുടെ വെബിനാറുണ്ട്, ചുമ്മാ ജോയിൻ ചെയ്ത് നോക്കിയോ എന്നിങ്ങനെ പറയാമായിരുന്നു. തീർച്ചയായും എനിക്കറിയില്ല, സഹകാരിയെ പറ്റി ഞാൻ കേട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ ജോയിൻ ചെയ്ത് നോക്കി. അപ്പം തീർച്ചയായും ശ്യാം സാറിൻ്റെ വെബിനാറാണ്. അപ്പം അതൊക്കെ കാണുന്നത്, ശ്യാം സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം നല്ലൊരു മോട്ടിവേറ്റഡ് ആയ മനുഷ്യനാണ്. അപ്പം തീർച്ചയായും ഇവർക്ക് പരിപാടി അറിയാം, ചെയ്യുന്ന സംഭവം നീറ്റായിട്ട് ചെയ്യുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലോട്ടാണ് തീർച്ചയായും ആദ്യമായിട്ട് വരുന്നത്. JCക്ക് മുമ്പ് തന്നെ വന്നിരുന്നു, കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ വന്നിരുന്നു. അപ്പൊ JC പ്ലസ് കേരള ബാങ്കിൽ നിന്നായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഡയറക്റ്റ് കേരള ബാങ്കിലെ ബാച്ചിലോട്ട് തന്നെയാണ് പോയത്. JC കോമ്പറ്റീക്കാളും കൂടുതൽ ഈ കേരള ബാങ്ക് നമ്മുടെ അപ്പെക്സ് സ്ഥാപനം എന്ന രീതിക്ക് കേരള ബാങ്ക് ജോലി എന്ന രീതിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തായിരുന്നു ഇഷ്ടമാണ്. കേരള ബാങ്കിലോട്ട് തന്നെ അതിൽ ലിസ്റ്റിലുണ്ട്, 200 ലിസ്റ്റിലുള്ളത്. അടുത്ത അഡ്വൈസ് പ്രതീക്ഷിക്കാം തീർച്ചയായും. അപ്പൊ അടുത്ത പ്രാവശ്യം ആദ്യം കാണണം. അപ്പൊ തരുണേ, നമുക്കിപ്പോൾ ജോലിയോടൊപ്പമുള്ള പഠനം, അതാണ് എല്ലാവരുടെ നമ്മൾ ചോദ്യം. കാര്യം എന്ന് പറയുമ്പോൾ രാവിലെ ഇങ്ങനെയല്ലോ 9:30 നമുക്ക് ഓഫീസിൽ എത്തണം. തീർച്ചയായും. അതുപോലെ എത്ര മണിക്ക് ഇറങ്ങാൻ പറ്റും? ഞാനൊരു 8-8:45 ഇറങ്ങുവാളായിരുന്നു. അടുത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ അല്ല, വ്യത്യാസം വരും. എങ്കിൽ കൂടിയും ഒരു ഓൺലൈൻ ക്ലാസ്സിന് ബുദ്ധിമുട്ടുകൾ സഹകാരി തന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. ഓഫ്ലൈൻ ക്ലാസ്സിന് കിടപടിക്കത്തക്ക തന്നെ നമുക്കൊരു മെന്റർ, രാവിലത്തെ 5 മണിക്കത്തെ മെന്റേഴ്സ് ലൈവ് ഒക്കെ തീർച്ചയായും നമുക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. കാരണം 19 പഠനം അവസാനം തിരിച്ച് പഠനത്തിലോട് എത്തുമ്പോൾ രാവിലെ എണീക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പൊ 5 മണിക്കത്തെ ലൈവിൽ നമ്മൾ തീർച്ചയായും ഒരു ഭയങ്കര പ്രചോദനം. കാരണം ഇത്രയും ആളുകൾ ഇരുന്ന് പഠിക്കുകയാണ് രാവിലെ. അപ്പൊ നമ്മൾ പഠിച്ചില്ലല്ലോ, പക്ഷേ മോശം എന്ന് തോന്നിക്കൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും രാവിലെ എണീറ്റ് തന്നെ ഒരു ദീപ്തി മിസ്സിന്റെ മെന്റേഴ്സ് ലൈവ് നല്ലൊരു കാര്യമായിരുന്നു. കാരണം രാവിലെ എണീക്കാനൊരു നല്ല പ്രചോദനമായിരുന്നു. തീർച്ചയായും രാജസ്ഥാനിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്ക് തീർന്നു, സെറ്റാണ്. പിന്നെ റിവിഷൻ എക്സാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് പിന്നെ ഈസിയാണ്. പിന്നെ പഠന രീതിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായും നമുക്ക് വർക്കിംഗ് ടൈമിൽ ആപ്പ് ത്രൂ ഉള്ളത് കൊണ്ട് കുറെ റിവിഷൻ ചെയ്ത് നോക്കാൻ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇടയ്ക്കൊക്കെ നോക്കുമായിരുന്നു. പിന്നെ വൈകിട്ടായിരുന്നു കൂടുതലും, വൈകിട്ടത്തെ ലൈവ് ക്ലാസ്സും എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വർക്കിംഗ് ഡേയിലും കൂടുതൽ അവധി ദിവസം സിനിമയും യാത്രയൊക്കെ കട്ട് ചെയ്തു. രാജേഷ് സാർ പറയായിരുന്നു, ഈ ഓണം നിങ്ങൾ ആഘോഷിക്കേണ്ട, അടുത്ത ഓണം നിങ്ങൾക്ക് കേരള ബാങ്കിൽ ചെന്നിട്ട് ആഘോഷിക്കാം എന്ന് പറയായിരുന്നു. രാജേഷ് സാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വർക്കിംഗ് സൈലൻസ് മേക്ക് യുവർ സക്സസ് ബി ദ നോയ്സ് എന്ന് പറയായിരുന്നു. ആരോടും പറയണ്ട, നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക എന്ന് മാത്രമായിരുന്നു രീതി. പിന്നെ PDF നല്ലതായിരുന്നു കേട്ടോ. ഓരോ PDF പ്രിന്റ് ഔട്ട് ഇട്ടിരുന്ന് നമ്മൾ മാർക്ക് ചെയ്ത് ഓരോ ക്ലാസ്സിനോടൊപ്പം തന്നെ മാർക്ക് ചെയ്തിരുന്ന PDF പഠിക്കുമായിരുന്നു. പിന്നെ റിവിഷൻ, സാർ പറഞ്ഞ റിവേഴ്സ് റിവിഷൻ, ഈ രണ്ടും റിവേഴ്സ് റിവിഷൻ നമുക്ക് ടൈം കിട്ടാറെങ്കിലും മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു തവണയെങ്കിലും ചെയ്തെടുക്കും. പിന്നെ വീക്കിലി എക്സാം നല്ലതായിരുന്നു. നമ്മുടെ ഒരു നിലവാരം എവിടെ ഉറപ്പായിട്ടും അറിയാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മളൊരു ആ ഒരു എക്സാമിൽ ഒരു 50-നുള്ളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും, സംഭവം കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ അടിക്കാം, ഒന്ന് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 18ാം റാങ്ക് പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. 100 താഴെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നത്. തീർച്ചയായും സഹാരിയുടെ ഒരു നല്ലൊരു നമ്മള് പാറ്റേൺ ഫോളോ ചെയ്യുന്ന സിലബസ് തന്നെയായിരുന്നു. സഹാരിയുടെ വീക്ക്ലി സിലബസ് തന്നെ ഫോളോ ചെയ്ത് പോയിരുന്നു. നല്ലൊരു ഗൈഡൻസ് കിട്ടുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായും കിട്ടിയിരുന്നു. അതാണ്. അപ്പോൾ ഞാൻ ഒന്നും ചോദിക്കുക തന്നെ തരുണ് ഏറ്റവും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എന്ത് പറയാനുള്ള, ഇപ്പം മിക്കവാറും ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും എന്ത് ചെയ്യണമെന്നോ അറിയാതെ തോറ്റുപോയിട്ടോ അല്ലെങ്കിൽ
എന്ത് ചെയ്യണമെന്ന് അറിയാതെ എവിടെ പഠിക്കണമെന്ന് അറിയാതോ ഒക്കെ ഇരിക്കുന്നവരായിരിക്കും അല്ലെ. പഠനം അവസാനിപ്പിച്ചാലൊന്നും ഓർത്തിരിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകൾ. വിജയിച്ചവരും കാണാൻ സാധ്യത കുറവായി വീഡിയോ. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് ജസ്റ്റ് വൺ മോർ ട്രൈ വിത്ത് സഹാരിയോടെ പോകുന്നത് ശ്രമിക്കാം. നമുക്ക് വഴി അറിയാവുന്ന ഒരു സുഹൃത്തിനോട് യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടല്ലേ. അപ്പൊ അതുപോലെ ആ കംഫർട്ടോടെ നിങ്ങൾക്ക് തീർച്ചയായും സഹാരിയോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റും. ഒരു സ്വപ്ന ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം.